മണിപ്പൂരിലേത് ബിജെപിയുടെ രാഷ്ട്രീയ പരാജയം. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. നാട് പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പകരമൊരാളെ ചുമതല ഏൽപ്പിക്കാന് സാധിക്കാതെ രാഷ്ട്രപതി ഭരണം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ബിരേന് സിംഗിനെ തന്നെ വീണ്ടും കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മണിപ്പൂരില് അത്ര വലിയ ഊരാക്കുടുക്കിലാണ് ബിജെപി. മണിപ്പൂരില് ബിജെപി അനുഭവിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. നിയമസഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട് പാർട്ടിക്ക്. പക്ഷേ ബിരേന് സിംഗ് രാജിവെച്ചൊഴിഞ്ഞ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങിയത്. സംസ്ഥാനങ്ങളില് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളില് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് പരിചയമുള്ള പാർട്ടി മണിപ്പൂരില് മുഖ്യമന്ത്രി രാജിവെച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പദവിയിലേക്ക് പറ്റിയ ആളെ നിയോഗിക്കാനാകാതെ സ്തംഭിച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഇപ്പോഴും ആ കസേര ഒഴിഞ്ഞുകിടക്കുന്നു? ബിജെപി ഒട്ടും ആഗ്രഹിക്കാതിരുന്നിട്ടും രാഷ്ട്രപതി ഭരണം എന്ന തീരുമാനത്തിലേക്ക് ഒടുവിൽ എത്തിച്ചേർന്നതെങ്ങനെ? കഴിഞ്ഞ 21 മാസമായി മണിപ്പൂരിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. ഒരു ഭാഗത്ത് കുകികളും മറുഭാഗത്ത് മെയ്തേകളും. കലാപം ആളിപ്പടർന്നപ്പോഴും ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള ഉരസല് മാത്രമെന്ന് വരുത്തിത്തീർക്കാനാണ് ബിജെപിയും സംസ്ഥാന സർക്കാരും ശ്രമിച്ചത്. പക്ഷേ തുടക്കം മുതൽ കലാപത്തിന് സാമുദായിക സ്വഭാവമുണ്ടായിരുന്നു. സാഹചര്യവശാല് ഒരു വിഭാഗത്തെ ഏകപക്ഷീയമായി പിന്തുണക്കുന്ന നിലപാടാണ് ബിരേന് സിംഗ് സ്വീകരിച്ചത്. സംഘർഷത്തിൽ 250-ലേറെ പേര് കൊല്ലപ്പെട്ടു. സ്ത്രീകള് ബലാത്സംഗത്തിനിരയായി, യുവതികള് നഗ്നരായി തെരുവിലൂടെ നടത്തപ്പെട്ടു. നിരവധി ക്രൈസ്തവ ദേവാലയങ്ങള് നശിപ്പിക്കപ്പെട്ടു. നൂറുകണക്കിന് വാഹനങ്ങളെ തീ വിഴുങ്ങി. 60,000-ത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ജനപ്രതിനിധികൾ പോലും കയ്യേറ്റത്തിനിരയായി. പോലീസ് ക്യാമ്പുകൾ കൊള്ളയടിക്കപ്പെട്ടു. അവിടെ നിന്ന് ആയുധങ്ങൾ കവർന്നു. ആ ആയുധങ്ങളുമായി അക്രമികൾ റോന്തു ചുറ്റി. സംഘർഷം അവസാനിപ്പിക്കുന്നതിലും അക്രമം തടയുന്നതിലും അമ്പേ പരാജയമായിരുന്നു സംസ്ഥാന സർക്കാര്. പ്രശ്നം പരിഹരിക്കാൻ ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു. സംഘർഷം മൂർച്ഛിക്കുന്ന ഘട്ടത്തില് തന്നെ ഇരുവിഭാഗത്തെയും ഒരുമിച്ചിരുത്തി രഞ്ജിപ്പിന്റെ വഴി തേടാമായിരുന്നു. അതുണ്ടായില്ല. ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങള് നടക്കുന്നുണ്ടെന്നതൊഴിച്ചാല് സ്ഥിതി ശാന്തമാണ് എന്ന് നടിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ ബിജെപി നേതാക്കള്. കുകി വിഭാഗത്തില് നിന്നുള്ള 10 എംഎൽഎമാര് നിയമസഭയില് നിന്ന് വിട്ടുനിൽക്കാന് തീരുമാനിച്ചപ്പോൾ പോലും വിഷയം ഗൗരവത്തിലെടുത്തില്ല സംസ്ഥാന ഭരണകൂടം. കേന്ദ്ര സർക്കാരാകട്ടെ മണിപ്പൂര് മറ്റേതോ ഭൂഖണ്ഡത്തിലാണെന്ന മട്ടില് ആ വഴിക്ക് എത്തിനോക്കിയില്ല. കലാപം ആരംഭിച്ചിട്ട് ഇന്നോളം മണിപ്പൂര് സന്ദർശിച്ചിട്ടില്ല പ്രധാനമന്ത്രി. പാർലമെന്റിലും പുറത്തും പ്രതിപക്ഷം ഉന്നയിച്ച വിമർശങ്ങള് നേർപ്പിക്കാനുവേണ്ടി മാത്രം പ്രശ്നത്തിലിടപെട്ടു ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചില മീറ്റിംഗുകൾ നടന്നു. സമാധാനം സ്ഥാപിക്കാനുള്ള കർമ്മ പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതികള് നടപ്പാക്കേണ്ട പ്രധാന ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനായിരുന്നു. ഒട്ടും ആത്മാർത്ഥമായിരുന്നില്ല അവരുടെ സമീപനം. അപ്പോഴെല്ലാം ബിരേന് സിംഗിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബിജെപി കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയെ മാറ്റണം എന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടും ചെവിക്കൊണ്ടില്ല. മണിപ്പൂര് വിഷയത്തില് പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിപ്പിച്ചിട്ടും ബിജെപിക്ക് കുലുക്കമുണ്ടായില്ല. നാഷണൽ പീപ്പിൾസ് പാർട്ടി (NPP) കഴിഞ്ഞ നവംബറില് ബിജെപി സഹയാത്ര അവസാനിപ്പിച്ച് സ്വന്തം വഴിക്ക് പോയപ്പോഴും ബിരേന് സിംഗിനെ രാജിവെപ്പിക്കണമെന്നു തോന്നിയില്ല മോദിക്കും അമിത്ഷാക്കും. തനിച്ചുഭരിക്കാൻ അംഗബലമുള്ള പാർട്ടിയെ ഇണ്ടാസ് കാട്ടി പേടിപ്പിക്കേണ്ടെന്ന നിലപാടായിരുന്നു ബിജെപി പൊതുവില് സ്വീകരിച്ചത്. ഒടുവില് സ്വന്തം പക്ഷത്തുള്ളവര് തന്നെ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് ഉറപ്പായപ്പോഴാണ് ബിരേന് സിംഗിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാജിവെക്കാൻ നിരേശിച്ചത്. ഇതില് ധാർമ്മികതയുടെ ഒരംശവുമില്ല. തിരഞ്ഞെടുത്ത ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വവും കാണിച്ചിട്ടില്ല ബിജെപിയുടെ സംസ്ഥാന, ദേശീയ നേതാക്കള്. അക്രമികള് തെരുവില് അഴിഞ്ഞാടിയപ്പോഴും നാട്ടില് നിയമവാഴ്ച തകർന്നപ്പോഴും സഭയിലെ ഭൂരിപക്ഷത്തിന്റെ ഹുങ്കില് ബിരേന് സിംഗിനെ തുടരാന് അനുവദിക്കുകയായിരുന്നു ബിജെപിയുടെ കേന്ദ്ര നേതാക്കള്. ഒടുവില് ഗതികെട്ട് രാജിവെക്കേണ്ടി വന്നു. അപ്പോഴും മണിപ്പൂര് ശാന്തമായിട്ടില്ല. ശാന്തമാക്കാനുള്ള ഒരു പ്രായോഗിക നീക്കവും ബിരേന് സിംഗിന്റെ സംസ്ഥാന സർക്കാരോ നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരോ ചെയ്തിട്ടില്ല. നാട് പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പകരമൊരാളെ ചുമതല ഏൽപ്പിക്കാന് സാധിക്കാതെ രാഷ്ട്രപതി ഭരണം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ബിരേന് സിംഗിനെ തന്നെ വീണ്ടും കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മണിപ്പൂരില് അത്ര വലിയ ഊരാക്കുടുക്കിലാണ് ബിജെപി. അവിടെ നിയമം കയ്യിലെടുത്ത് സമാന്തര ഭരണകൂടത്തെ പോലെ പ്രവർത്തിക്കുന്ന അക്രമിക്കൂട്ടങ്ങളെ പിണക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കാന് പാർട്ടിക്ക് കഴിയില്ലെന്ന നിലയാണ്. അവരുടെ പിന്തുണ ആർക്കാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പോലീസ് അതിഭീകരമായ വിധത്തില് പക്ഷം പിടിക്കുന്നു എന്ന ആക്ഷേപവും ശക്തമാണ്. ഒരു വശത്തേക്ക് മാത്രം ചായുന്ന നിയമപാലക സംവിധാനം ഒരു നാടിനും രക്ഷയാകില്ല, ശിക്ഷയാകൂ. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ടല്ലോ. രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ എങ്ങനെയാണ് സമാധാന ശ്രമങ്ങൾ സാധ്യമാവുക? രാഷ്ട്രപതിയുടെ സംസ്ഥാനത്തെ പ്രതിപുരുഷന് ഗവർണറാണ്. അദ്ദേഹത്തിലേക്ക് അധികാരങ്ങൾ കേന്ദ്രീകരിക്കപ്പെടും. അതുവഴി ഉദ്യോഗസ്ഥരിലേക്കും.
ജനങ്ങളുമായി ബന്ധമില്ലാത്ത ഉദ്യോഗസ്ഥവൃന്ദം പ്രത്യേകിച്ച് പക്ഷം ചേരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന പോലീസുകാർ ഉൾപ്പെടെയുള്ളവര് നിയമത്തിന്റെ നടത്തിപ്പുകാരും രാഷ്ട്രീയ പ്രശ്നത്തിന്റെ പരിഹാരകരും ആയിത്തീരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൂടാത്തത്? സൈനികരെ ഇറക്കി നിയമവാഴ്ച ഉറപ്പാക്കുകയാണ് രാഷ്ട്രപതി ഭരണത്തിൽ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു കാര്യം. കശ്മീരിലും നാഗാലാൻഡിലും മണിപ്പൂരില് തന്നെയും പട്ടാളമിറങ്ങിയതിന്റെ അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. മണിപ്പൂരില് കണ്ടത് ബിജെപിയുടെ രാഷ്ട്രീയമായ പരാജയമാണ്. അതിന് ജനം പിഴയൊടുക്കേണ്ടി വരരുത്. അത്തരമൊരു വറചട്ടിയിലേക്കാണ് മണിപ്പൂരിലെ ജനങ്ങളെ ബിജെപി എടുത്തെറിയുന്നത്.